ഞാനിപ്പോൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. സോ അത് കഴിഞ്ഞ് നമ്മുടെ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ആദ്യം വരുമ്പോൾ എന്താ പറയുക, ഒരു ലാലിന് എപ്പോഴും ഒരു അയിഞ്ഞാട്ടം പടം എന്ന് പറയാൻ ഹലോ ഈ പറഞ്ഞ പോലെ ചോട്ടാകുമ്പോൾ അതിനകത്ത് ലാലിൻ്റെ അയിഞ്ഞാട്ടം, പിന്നെ ഐക്കോണിക് കോമഡി ഡയലോഗ്സ്, നമ്മൾ ആഘോഷ പാട്ടുകൾ, അത് തിയേറ്ററിൽ വന്ന് വെച്ച് നോക്കുമ്പോൾ മണിച്ചേട്ടൻ്റെ മാസ് വില്ലൻസും മണിച്ചേട്ടൻ്റെ കയ്യടി, എല്ലാവരും വരുമ്പോൾ കയ്യടി, ആ തമാശക്ക് കയ്യടി, ജഗതി ചേട്ടൻ, പാമ്പ്, എന്താ പറയുക, ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ്, ഇഷ്ടംപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഏത് ന്യൂഇയർ വന്നാലും ഏത് കൊച്ചിക്കാരാണെങ്കിലും ആ പാട്ട് പാടാതിരിക്കുന്നത്, ആ പാട്ട് കഴിഞ്ഞ് അത് നല്ല അറ്റ്മോസ് എഫക്റ്റിൽ സൂപ്പറായിരുന്നു. എന്താ പറയുക, ഇപ്പോൾ തൊഴിലും കഴിഞ്ഞ് എന്തിനാണ് കഴിഞ്ഞാൽ ലാലിൻ്റെ ഒരു റിലാക്സേഷൻ, ലാലിൻ്റെ ഡാൻസ് കഴിഞ്ഞത്. എന്തായാലും വീട്ടിലൊന്ന് യാത്രക്ക് എന്നിപ്പോഴൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വീട്ടിലൊന്ന് കാണുമ്പോൾ നല്ല അടിപൊളിയാണ്, അടിപൊളിയായിരുന്നു, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇല്ല ഒന്നുമില്ലല്ലോ, എല്ലാ സീസണും ഉണ്ടായിരുന്നു. ആൻഡ് എന്താ പറയുക, ആഘോഷമായിരുന്നു. റീമാസ്റ്റർ ചെയ്തിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു. അറ്റ്മോസ് തന്നെ കാണാൻ നോക്കുക, സൗണ്ട് അത്യാവശ്യം നല്ല സൗണ്ടായിരുന്നു. സോ ഈ 7.1 കണ്ടു കഴിയുമ്പോൾ നമ്മൾ മോസ്റ്റ് ഇറക്കിക്കുന്നത് അത് കാണാൻ വേണ്ടിയാണ്. സോ അത് മാക്സിമം യൂസ് ചെയ്യുക, നല്ല തിയേറ്റർ യൂസ് ചെയ്യുക. അതെ, തിയേറ്റർ ഹൗസ്ഫുള്ളല്ലേ ആദ്യം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടാലും ഫീല്, ലാലിൻ്റെ ഇൻട്രഷൻ, ലാലിൻ്റെ പാട്ട്, മനുഷ്യൻ്റെ ഐഡി, മനുഷ്യൻ്റെ ആ മാസമൊക്കെ നിന്റെ മകനെ ഞാൻ അതൊക്കെ സീൻ ലൈക്ക് നമ്മൾ അന്ന് ഇപ്പൊ നോക്കുമ്പോൾ അവരുടെ അഭിനയം എത്രത്തോളം സെറ്റിലായിരുന്നു, എത്രത്തോളം എന്താ പറയാ, എന്നെ ഫട്ട് ചെയ്യുന്നു. സൂപ്പർ എന്ന് പറയുന്നത്. അത് ആ സൗണ്ടും ആ 4K അത് അതിലൊക്കെ വീണ്ടും കാണുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റൊക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടി. കാരണം ഈ പടം എത്ര പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എണ്ണാൻ പറ്റൂല. കാരണം ഇപ്പോഴും കണ്ടപ്പോഴും ഒരു തരി മടുപ്പോ ലാഗോ ഒന്നും തോന്നാത്ത ഒരു പടമാണ്. എന്തായാലും പഴയ മോഹൻലാലിനെ വീണ്ടും കാണാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ കാണുന്നുള്ളൂ. കിടിലൻ പടം. എന്തായാലും ആ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്നതാണ്. കൊള്ളാം, കിടിലൻ സംഭവം. സൗണ്ട് എഫക്റ്റ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ആ ലാസ്റ്റിലെ വാസ്കോഡിഗാമ എന്നുള്ള പാട്ടൊക്കെ കിടിലൻ എഫക്റ്റ് ആയിട്ട് നമുക്ക് അത് അറ്റ്മോസാണെന്ന് പറഞ്ഞൂടാ. എന്തായാലും കിടിലൻ സൗണ്ടിൽ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പൊ പണ്ട് ജീവിച്ച് മരിച്ച ആൾക്കാർ കൂടുതൽ നമ്മളിത് കാണാൻ പറ്റും. ഇപ്പോൾ അവരൊക്കെ ജീവിച്ചിട്ടില്ല, അവരെല്ലാം സ്ക്രീനിൽ കാണാൻ പറ്റിയെങ്കിൽ വളരെ സന്തോഷം. നൈസായിട്ടുണ്ട്, സൗണ്ടൊക്കെ നല്ല. പിന്നെ വരുന്നവരെ പറയണ്ടല്ലോ, അറ്റ്മോസാണ്, അതിനുവേണ്ടിയുള്ള തിയേറ്റർ ആണല്ലോ. വേറെ കൊച്ചിയിലെ തിയേറ്റർ കണ്ട് ഈ ഒരു സൗണ്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. തന്നെ കാണണം.